അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടൈഗർ ടോപ്പിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. നമുക്ക് അവിടെ തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആട്ടോ. പാക്കേജുകാർ തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൈഗർ ടോപ്പിയയിൽ നമ്മുടെ ടിക്കറ്റും പിന്നെ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളതിൻ്റെ ടിക്കറ്റും എല്ലാം നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതെല്ലാം നമുക്ക് പാക്കേജുകാർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാഷ്റൂമും കാര്യങ്ങളും എല്ലാം നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഫുൾ ഫ്രഷപ്പ് ആയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഹൈവേയിൽ കയറിയാണ് പിന്നെ നമ്മൾ ഏകദേശം ഒരു 1.5 hour ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഈ പറയുന്ന ഓവർ ബ്രിഡ്ജ് കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വേറെ ചെറിയ റെസ്റ്റോറൻറ്റ്സോ നമ്മുടെ പമ്പുകളോ കാര്യങ്ങളോ ഒക്കെ വളരെ ചുരുക്കത്തിലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു വാഷ്റൂം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു വാഷ്റൂം ആക്സസ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ പറയുന്ന ടൈഗർ ടോപ്പി എത്താറാകുമ്പോഴാണ് ഇതുപോലെ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ പോലും ഇത്രയും ക്രൗഡഡും അതുപോലെ തിരക്കായതുകൊണ്ട് നമുക്കൊരു വാഷ്റൂം ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രമേൽ എളുപ്പമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് വാഷ്റൂമും കാര്യങ്ങളെല്ലാം നമ്മൾ ബാങ്കോക്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് വരാൻ. അപ്പോൾ അതുപോലെ ഈ വഴി നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് വളരെ യാദൃശ്ചികമായിട്ട് വീണ് കിട്ടിയതാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ഹൈവേയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ നമുക്ക് ഡ്രൈവറിന് പരിചയമുള്ള കാരണമാണ് നമുക്ക് ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ളൊരു വഴികൾ കാണാൻ പറ്റിയ കേട്ടോ. അപ്പം അവിടെ ആ വഴിക്ക് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കപ്പയും റബ്ബറും ഉരുളക്കിഴങ്ങും എല്ലാം കൃഷിയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി.